എനിക്കൊന്ന് കണ്ടാൽ മതി, അങ്ങേരെ കാണും, ഇതേപോലെ ഒന്ന് കെട്ടിപ്പിടിക്കണം ആ സ്റ്റേജിൽ, അത്രേ ഉള്ളൂ. ഇത് വീഡിയോ കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറിനും സാറിന്റെ മന്ത്രിസഭയിലെ ബാക്കി എല്ലാ അംഗങ്ങൾക്കും ഈ എളിയവന്റെ നമോവാകം. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം കേട്ടോ. രാവിലെ തൊട്ട് മെയിൻ സ്ട്രീം ചാനലുകൾ തുറന്നാലും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓൺലൈൻ മീഡിയാസിന്റെ പേജുകളൊക്കെ എടുത്ത് നോക്കുമ്പോഴും അക്കൗണ്ടുകളൊക്കെ എടുത്ത് നോക്കുമ്പോഴും മുഴുവനും നമ്മുടെ വി.ഡി. സതീശൻ സാർ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു സൈഡിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം കൊണ്ട് പുറകിൽ ഇരുത്തിയിരിക്കുന്നതും കിടന്ന് കറങ്ങുന്നുണ്ട്. കൂടാതെ നമ്മുടെ ചാണ്ടിയൂമ്മൻ ഒരു മൂലയ്ക്ക് നിന്ന് പുള്ളിയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് കൊടുക്കുന്നത് കിടന്ന് കറങ്ങുന്നുണ്ട്. പിന്നെ നിങ്ങളെല്ലാം കണ്ടതുപോലെ അങ്ങോട്ട് നീട്ടത്തിലുള്ള സത്യപ്രതിജ്ഞ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതിലൊക്കെ ഞാൻ നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വീഡിയോകൾ, അത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൂടാതെ SFIയിലെ പിള്ളേര് എടേ എന്താടേ നിന്റെയൊക്കെ പ്രശ്നം, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. 5 വർഷത്തേക്കാണ് പുതിയ മന്ത്രിയെ സെലക്ട് ചെയ്തിരിക്കുന്നത്, നീയൊക്കെ അത് 10 വർഷത്തേക്ക് ആക്കുവോ? അല്ല ആക്കുവോ? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. അങ്ങോട്ട് തിളച്ച് കയറുക പിള്ളേർക്ക്. എവിടെയായിരുന്നു ഇത്രയും കാലം ഈ തിളയൊക്കെ? എവിടെയായിരുന്നു? എങ്ങും കണ്ടിട്ടില്ലല്ലോ. ഇവിടെ പല കോളേജിലും പല പിള്ളേരും തീർന്നപ്പോൾ നിന്റെ ഒന്നും ഈ തിളപ്പ് കണ്ടിട്ടില്ലല്ലോ. പോലീസുകാരെ അങ്ങ് തീർക്കും. രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കുറേ എണ്ണം. മണ്ടബുദ്ധികളെന്നേ എനിക്ക് വിളിക്കാനുള്ള അതിനെയൊക്കെ. സത്യം പറയാലോ, മണ്ടബുദ്ധികൾ. എടാ മോനെ, നീയൊക്കെ ഈ വിളിക്കുന്നതിന് മുമ്പ് വിളിക്കാൻ ഇറങ്ങിയ ആൾക്കാരുണ്ടടാ ഇവിടെ. ഇപ്പൊ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്തോണ്ടിരിക്കുക, മനസ്സിലായോ? നാളെ നിനക്കുമൊക്കെ ഇതൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരു തിളക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മേളിൽ ഇരിക്കുന്ന നേതാക്കന്മാരൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടാ. ഈ പിള്ളേരുടെ മണ്ടത്തരം കാരണം 5 വർഷം എന്നുള്ളത് മിക്കവാറും 10 വർഷമാകും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും വീണ്ടും സ്വാഗതം കേട്ടോ ചാനലിലേക്ക്. ഇനി നമുക്ക് വിശദമായിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഒരമ്മ, അതായത് വി.ഡി. സതീശൻ സാറ് നമ്മുടെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ഒരു വേദിയിലേക്ക് ഒരമ്മ വരുന്നത് കണ്ടു. നമുക്ക് അത് കാണാം, അവിടുന്ന് തുടങ്ങാം. ആ അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. അതിനു മുമ്പ് ഈ വീഡിയോ ഒന്ന് കാണും. ആ അമ്മയും നമ്മുടെ വീടിച്ചേട്ടനുമായിട്ട് ഒരു ചെറിയ കഥയുണ്ട്, പറയാം. മോശമൊന്നുമല്ല കേട്ടോ. ഇപ്പം തന്നെ കുറേ തിണ്ടികൾ വരും മോശം പറയാൻ. മോശമൊന്നുമല്ല, നല്ലൊരു കഥയുണ്ട്. ആ അമ്മയ്ക്ക് സതീശൻ സാർ ചെയ്തു കൊടുത്തിരിക്കുന്ന നമുക്ക് കേൾക്കാം. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ അതിനെനിക്ക് ഉത്തരം തരണേ. വി.ഡി. സതീശൻ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് പകരം അവിടെ എൻ്റെ പ്രിയങ്കരനായ പിണുമാമനായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇപ്പം അവിടെ നടക്കുക? എന്തായിരിക്കും നടക്കുക? അതാണ് എല്ലാവർക്കും അറിയാനുള്ള താല്പര്യം. വീഡിയോ കാണുന്ന നിങ്ങൾ പറ, എന്തായിരിക്കും അവിടെ സംഭവിക്കുക? നിങ്ങളുടെ മറുപടിക്കായിട്ട് ഞാൻ കാതോർത്തിരിപ്പുണ്ട് കേട്ടോ. കമന്റ് ബോക്സ് ഞാൻ നോക്കിയിരിക്കും. നിങ്ങൾ പറയണം, അവിടെ പിണുമാമനായിരുന്നെങ്കിൽ കടക്ക് പുറത്ത് എന്നായിരിക്കുമോ? അതായിരിക്കുമോ പറയാൻ പോകുന്നത്? അതോ വേറെന്തെങ്കിലും ആയിരിക്കുമോ? അല്ല, ഒരു സംശയം. നിങ്ങൾ എൻ്റെ സംശയത്തിന് ഒരു മറുപടി തരണേ. ഇനി ആ അമ്മയ്ക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അത് കേൾക്കാം, എന്നിട്ട് ബാക്കി. എന്നോടൊപ്പം ഇവിടെ ഒരു അമ്മയുണ്ട്. ഞാൻ ഈ അമ്മയുടെ പേരെന്താ? എന്റെ പേര് സീതാലക്ഷ്മി അമ്മാൾ. സതീശൻ ഇട്ട പേരാ അമ്മാളും അമ്മ. സതീശൻ ഇട്ട പേരാ എനിക്ക് അമ്മാളും അമ്മ. സതീശൻ ഇട്ട പേരാണോ? എന്താണ് അതിന്റെ കഥ എന്ന് പറയൂ. കഥ പറയാം. ആദ്യമായിട്ട് വെള്ളപ്പൊക്കം വന്നു, പ്രളയം വന്നപ്പോൾ ഞങ്ങൾ നാട്ടിന്മേൽ പാലൊക്കെ മുങ്ങി. എല്ലാവരും കൂടെ പെരുമണ്ണ സ്കൂളിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ സ്കൂളിൽ ഭക്ഷണവും ഉടുക്കാനും കിടക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സതീശനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. സതീശൻ വരില്ല. അമ്മയുണ്ടോ ഇതിനകത്ത്? അയ്യോ, മക്കളെ കണ്ടു, എത്ര എണ്ണമാണ്. അമ്മ പേടിക്കണ്ട അമ്മ, ഞാനില്ല നിങ്ങളുടെ കൂടെ, പിന്നെ എന്തിനാ പേടിക്കണേ? ഞാൻ ജീവനോടുകൂടി ഉണ്ടോ? നിങ്ങൾക്ക് ഭക്ഷണവും ഉടുക്കാനും കഴിക്കാനും കിടക്കാനും ഒക്കെ തന്നെ. ഈ 10 നിമിഷം കൊണ്ട് സ്കൂൾ മുങ്ങി.
സ്കൂൾ മുങ്ങിയപ്പോൾ പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് 3-ാം നിലയിൽ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, അവിടേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. പെരുമ്പറന്നയിൽ 3-ാം നിലയിൽ ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾക്ക് ഇഷ്ടം പോലെ. ഇന്നും അയാളുടെ പേര് ഓർക്കാത്ത ദിവസമില്ല കുട്ടാ. സത്യം പറയാലോ, എനിക്ക് പെറ്റ മക്കളില്ല, 2 മക്കളെയും കൊണ്ടുപോയി എനിക്ക് തന്നില്ല ദൈവം. ഇങ്ങനെ എനിക്ക് പെറ്റാത്ത മക്കൾ, നിങ്ങളെ എൻ്റെ മക്കളാ. VD സതീശൻ മകനെ പോലാണോ? ആ, മകനെ പോലെയല്ല, മകൻ തന്നെയാണ്, മകനാണ്, മകൻ തന്നെയാണ്. ബാക്കി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അപ്പോൾ ഇതിന് ശേഷമാണ് VD സതീശൻ സാറ് ആ അമ്മയെ സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? രാഹുൽ ഗാന്ധിയൊക്കെ കാണുന്നു, കെട്ടിപ്പിടിക്കുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതാണ് ജനാധിപത്യം. ജനങ്ങളെ സ്നേഹിച്ചാൽ, ജനങ്ങളെ മാന്യമായി നല്ല രീതിയിൽ, മാന്യമായെന്നൊന്നും ഞാൻ പറയുന്നില്ല, നല്ല രീതിയിലൊന്ന് സേവിച്ചാൽ ജനങ്ങൾ വോട്ട് തരും, ജനങ്ങൾ തിരിച്ച് സ്നേഹിക്കും. പിണുമാമന് കിട്ടാതെ പോയത് അതാണ് പിണുമാമ. മനസ്സിലായോ? പിണുമാമന് കിട്ടാതെ പോയത് അതാ. അവസാനമായപ്പോൾ ജനങ്ങളെ അങ്ങോട്ട് വിറപ്പിച്ചു. കടക്ക് പുറത്ത് ഇറങ്ങിപ്പോട്ടാ, നിന്റെ വീട്ടിൽ പോയി പറയട്ടാ. നാട്ടുകാരാട്ടത്തില്ലേ മാമ? വോട്ട് കുത്തിയില്ല, ഇല്ല, വോട്ട് കുത്തിയില്ല, തനിക്ക് ഇല്ല. പിടികിട്ടിയോ? ജനങ്ങളോട് മാന്യമായി ബിഹേവ് ചെയ്യുക. ഓക്കെ, അല്ലാതെ വോട്ട് കിട്ടി മുഖ്യമന്ത്രി ആയെന്നും പറഞ്ഞ് ഞാൻ സെറ്റപ്പായി കേട്ടാ, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നാട്ടുകാരാട്ടും, ഇല്ലെങ്കിൽ വോട്ട് തരൂല. അതാണ് പറ്റിയത്. കാരണം ഇവിടെ കുറേ പേര് മറ്റേ എങ്ങനെ തോറ്റു, എന്ത് കാരണം കൊണ്ട് തോറ്റു, അയ്യോ വോട്ടെല്ലാം മറിച്ചതാണോ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ എണ്ണങ്ങളില്ലേ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം. അത് ഒന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പിടികിട്ടും എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജനങ്ങൾ ഇത്തവണ അങ്ങോട്ട് കയറ്റി വിടാഞ്ഞെന്നുള്ളത്. പിടികിട്ടിയോ? അതുപോലെ തന്നെ വേറൊരു സൈഡും കൂടെ ഞാൻ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞങ്ങ് പോയേക്കാം. കാരണം ചില ആൾക്കാർ ഇപ്പോൾ അതും പറഞ്ഞുകൊണ്ട് കമൻറ്റ് ബോക്സ് വരും. അതുകൊണ്ട് മാത്രം ഇതിനെ വേണമെങ്കിൽ വേറൊരു തരത്തിലെടുക്കാം. പക്ഷേ ഏതൊക്കെ തരത്തിലെടുത്താലും VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി ആ അമ്മയ്ക്ക് നല്ലത് ചെയ്തു കൊടുത്തിട്ടുണ്ടേ, അത് മെയിൻ. പിന്നെ ഇപ്പം ഈ അമ്മയെ കാണിച്ച് ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി ഇറക്കിയാന്നൊക്കെ ചില ആളുകൾ ഇപ്പം പറഞ്ഞേക്കും. പറയുന്നവർ പറയട്ടെ, എനിക്ക് അതിനകത്ത് ഒരു അഭിപ്രായവും ഇല്ല. എനിക്കൊരു ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. പിന്നെ ഒരു സൈഡും കൂടെ അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഒരൊറ്റ അഭിപ്രായമേ ഉള്ളൂ. അവർക്ക് നല്ലത് ചെയ്തു കൊടുത്തു, അതിന് അവരുടെ മകനെ കാണാൻ വന്നു, അത്രേ ഉള്ളൂ. പിടികിട്ടിയോ? ബാക്കി കുറച്ചും കൂടെ നമുക്കൊന്ന് കേൾക്കാം. അങ്ങനെയൊക്കെ ഞാൻ അമ്മയാണ്. അമ്മയെന്ന് എവിടെയുണ്ടെങ്കിലും വിളിച്ച് കൂട്ടിപ്പിടിക്കും. കയ്യിലൊരു ചിത്രമൊക്കെ ഉണ്ടല്ലോ. ആ, അതുകൊണ്ട് ഒരു ഫോട്ടോ ഇനിയുണ്ട്. ഇതൊക്കെ അതാ അമ്മയുടെ കയ്യിലുള്ള ഫോട്ടോ ഒന്ന് മമ്മൂട്ടിക്കൊപ്പം ഒന്ന് VD സതീശനൊപ്പം നിൽക്കുന്നതാണ്. VD സതീശൻ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയാണ് ഇന്ന് മുഖ്യമന്ത്രിയാണ്. ജനാധിപത്യമായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ ജീവിച്ചത്. ആ ഡോൺ ബോസ്കോ പള്ളി, ആ ബേഴ്സ് സ്കൂള്, ഗേൾസ് സ്കൂള്, സതീശനിട്ട പേരാ എനിക്ക്. സതീശനിട്ട പേരാ. അത് കഴിഞ്ഞാൽ കടക്കാരിട്ട് വരും. മക്കൾ 6 പേരുണ്ടായിരുന്നു. 2 എണ്ണത്തിന് മൂത്തവരെ 2 എണ്ണത്തിനും ദൈവം കൊണ്ട് തന്നില്ലട കുട്ടാ. എനിക്ക് ഒരെണ്ണത്തിൽ തന്നാൽ ഞാൻ ഇങ്ങനെ വരില്ലായിരുന്നു. എനിക്കിപ്പോൾ അങ്ങനെയാണ് എനിക്ക് എൻ്റെ പൊന്മോൻ. എനിക്ക് പുറത്താണ്ട് പോയ മക്കളെല്ലാം ഓർത്തനാണ് അവർ. ബാക്കി സതീശ മുഖ്യമന്ത്രി കേട്ടപ്പോൾ എന്താ തോന്നിയത്? എനിക്ക് അത് ആവുമെന്നായിരുന്നു അങ്ങോട്ട് പേര്. ഞാൻ പറഞ്ഞു പേടിക്കണ്ട മക്കളെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മൾ ചതിക്കില്ല, നിങ്ങളെയും ചതിക്കില്ല, എന്നെയും ചതിക്കില്ല. ആ ദൈവത്തിന് വിശ്വാസം വേണം. വിശ്വാസം ഉണ്ടോ? നേരെ നോക്കി ചിരിച്ചോ മക്കളെ എന്ന് പറഞ്ഞു. നമ്മൾ ജയിച്ചിരിക്കും, നമ്മൾ ഭരിച്ചിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ സന്തോഷം ഉണ്ടോന്നോ? ഇതിനപ്പുറത്തെ സന്തോഷം എനിക്കൊന്നുമില്ല. എനിക്കൊന്ന് കണ്ടാൽ മതി, അങ്ങേരെ കാണും, ഇതേപോലെ ഒന്ന് കെട്ടിപ്പിടിക്കണം ആ സ്റ്റേജിൽ, അത്രേ ഉള്ളൂ. ഇത് മതി ഒരാഗ്രഹം പറഞ്ഞു, ആ സ്റ്റേജിൽ വെച്ചൊന്ന് കെട്ടിപ്പിടിക്കണം, അത് സാധിച്ചു കൊടുത്തു. നല്ല കാര്യം തന്നെ. മനസ്സിലായില്ലേ? ആ അമ്മ അത് പറയുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിലെ ആ ഒരു സ്നേഹം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് മക്കളില്ല, 2 മക്കളെയും കൊണ്ടുപോയി. ഇനിയിപ്പോൾ ആകെ ഉണ്ടെന്ന് പറയാൻ VD സതീശൻ മകനെ പോലെയാണ് കാണുന്നത് എന്നവർ പറയുന്നത് മനസ്സിൽ തട്ടി തന്നെയാണ്. പിടികിട്ടിയോ? ഇനിയിപ്പോൾ ഏതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്ക് വേണ്ടി ഇറക്കിയതാണെന്ന് ഇവിടെ പറഞ്ഞാലും വില പോകില്ല. പറഞ്ഞോളൂ, ഞാൻ തന്നെ ഇവിടെ പറഞ്ഞു വെച്ചല്ലോ. അങ്ങനെയും പറയാൻ ആളുകൾ വരും, പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം കൊണ്ടുപോയി. ഇനി ആ വ്യക്തി നല്ലത് ചെയ്തു കൊടുത്താൽ 5 അല്ല 10, 15 ഒക്കെ പോവടേ. പിടികിട്ടിയോ? പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന പ്രതിപക്ഷം അത് ചില്ലറയല്ല, ചെറുതല്ല. അത് VD സതീശൻ സാറൊന്നും മനസ്സിലാക്കിയാൽ മതി. ചെറിയൊരു പ്രതിപക്ഷമല്ല. തുടങ്ങിക്കഴിഞ്ഞു, പിള്ളേരെ കൊണ്ട് തുടങ്ങിച്ചു കഴിഞ്ഞു. മനസ്സിലായോ?
എന്തെങ്കിലുമൊക്കെ. ഇപ്പൊ പോലീസുകാരുടെ നിന്നെ നാം തീർക്കും എന്ന് പറഞ്ഞ് കുറെ മണ്ടന്മാർ ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. മക്കളെ, ആരും ഉണ്ടാവത്തില്ലടാ. നിനക്ക് വേണ്ടി നീയൊക്കെ തന്നെ പണിയെടുക്കണം കേട്ടാ. പോലീസുകാരെ വലിയ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് നല്ല താരേക്കങ്ങ് തരും കൈ കെട്ടി കഴിയുമ്പോൾ. പിന്നെ ജീവിതവും 3G, മൊത്തത്തിൽ 3G ആയി പോവും. അപ്പൊ അതെ, വേറൊരു കാര്യം, ഇന്നലെ പ്രസ് മീറ്റിന്റെ ഇടയ്ക്ക് നമ്മുടെ വി.ഡി. സതീശൻ പറഞ്ഞൊരു കാര്യമാണ്, കേട്ടോ. ഞാൻ നിങ്ങളോട് ആരോഗ്യ ഞാൻ കർത്തനാണ് യാത്രയില്ലെന്ന് പറഞ്ഞു. ഇന്നലെ 2-3 ന്യൂസിൽ കറുത്ത കാറിൽ യാത്ര ചെയ്യില്ല എന്ന് പറഞ്ഞ് അത് കറുത്തകാരന് കുഴപ്പം. എന്നിട്ട് ഞാൻ ഇന്നലെ ഒരു കറുത്ത കാർ കയറുന്നു. അതിന്റെ പ്രൈവറ്റ് കാറാണ് വണ്ടി കയറായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞത് ഞങ്ങൾ ചോദിച്ചു മുഖ്യമന്ത്രി ഉപയോഗിച്ച കാർ ഉപയോഗിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഒരു പുതിയ കാർ മേടിച്ചാൽ പക്ഷെ മുഖ്യമന്ത്രി ഒരു പുതിയ കാർ മേടിച്ചാൽ അതൊരു റോങ് മെസ്സേജാണ്. ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യം അല്ലേ, ഒരു റോങ് മെസ്സേജാണ്. പുതിയ കാർ മേടിച്ചാൽ ആരും ഒന്നും പറയില്ല മുഖ്യമന്ത്രി പുതിയ ഭരണ സംവിധാനത്തിന് ഒരു തെറ്റായ മെസ്സേജ് കൊടുക്കും. ഏത് വണ്ടിയാണ് അവൈലബിൾ എന്ന് വെച്ചാൽ ഞാനത് ഉപയോഗിക്കും. ഇനി 10,000 കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണെങ്കിൽ ഞാനത് ഉപയോഗിക്കുന്നത് മതിയതേ. ഞാൻ ഭയങ്കര ലാളിത്യമുള്ള ആളുകൊണ്ട് ആവശ്യപ്പെടല്ല. ഇത് നമ്മൾ എപ്പോഴും മുകളിലിരിക്കുന്ന ആളുകൾ സന്ദേശമാണ്, അല്ലാതെ അതിനകത്ത് ലാളിത്യമല്ല. എന്നും ഈ സന്ദേശം സാറ് ഫോളോ ചെയ്യണം. നല്ല നല്ല സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഫോളോ ചെയ്യണം. അത്രേ എനിക്ക് പറയാനുള്ളേ. നാളെ ഇതൊന്നും മാറിപ്പോരുത് സാറേ. പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് മെയിൻ സ്ട്രീം ചാനലുകൾ ചർച്ച ചെയ്യുന്നൊരു കാര്യമായിരുന്നു, കാറ് മാറ്റുമോ, പുതിയ കാറ് മേടിക്കുമോ, കളറ് പച്ചയാക്കുമോ, നീലയാക്കുമോ. മറുപടി പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പുതിയ കാറൊന്നും, ഓൾറെഡി പുള്ളി അത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഇന്നലത്തെ പ്രസ് മീറ്റിലും പറഞ്ഞു, പുതിയ കാറൊന്നും ഇപ്പോഴത്തെ ഒന്നും ഇല്ലടേ, കതിരാവൊക്കെ വറ്റി വരണ്ടിച്ചിട്ടാണ് പോയത്, മുക്കി തീർത്ത്. മനസ്സിലായോ? പുതിയതൊന്നും മേടിക്കാനുള്ള പരിപാടി ഒന്നും നടക്കത്തില്ല. ഉള്ളത് കൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. പിന്നെ കറുപ്പ് വേണോ വെളുപ്പ് വേണോ ഉള്ളത് പുള്ളി ഉപയോഗിക്കട്ടെന്നേ. പുള്ളി അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ എന്തിനാണ് ഈ ചോദ്യങ്ങളെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി വേറൊരു മെയിൻ കാര്യത്തിലേക്ക്, അതാണ് നിങ്ങൾ ആദ്യമേ തന്നെ കാണേണ്ടിരുന്നത്. പക്ഷെ ഞാനത് ഇപ്പൊ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറ്റേ സാധനം പറയുന്നുണ്ടല്ലോ, SFI പിള്ളേരുടെ, അത് വെയിറ്റ് ചെയ്യും കേട്ടോ. അത് എക്സ്ക്ലൂസീവ്, അവസാനം കാണിച്ചു തരാം. രസമുണ്ട് അത് എന്തായാലും കാണാൻ. അതിനു മുമ്പ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ ഉള്ളൊരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ റോയിലോ 2ാമത്തെ റോയിലോ 3ാമത്തെ റോയിലോ ഒന്നും ഇരുത്തത്തില്ല. പക്ഷെ ആ വ്യക്തി ആ പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ട് അവിടെ എത്തി പരിപാടിയിൽ പങ്കെടുത്തു. ചെറിയൊരു കാര്യമല്ലത്. അതും കൂടി ഒന്ന് കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് പുറകിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുന്നത്. മറ്റേ പൂക്കി സാധനമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് കേട്ടോ. ഞാൻ കട്ട് ചെയ്താൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു ഇത്തിരി മാസൊക്കെ കൊടുക്കുന്നത് കണ്ടല്ലോ. ഒരുപാട് പുറകിലാണ്, പക്ഷെ വന്നിരുന്നല്ലോ. ആ പാർട്ടിയോടുള്ള സ്നേഹം പുള്ളി എത്തിയല്ലോ. നല്ല കാര്യം തന്നെ. മനസ്സിലായോ? ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈഗോ ഒന്നും ആ മനുഷ്യൻ കാണിച്ചിട്ടില്ല, എങ്ങും പറഞ്ഞിട്ടുമില്ല. ഇനി വേറെ ആരും അതും പറഞ്ഞ് ഇറക്കണ്ട പുതിയ കഥകൾ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്ന പുതിയ പിള്ളേരുടെ കളികൾ നമുക്കതൊന്ന് കാണാം. എവിടെയായിരുന്നോ ഇത്രയും കാലം? 10 കൊല്ലമായിട്ട് ആരെയും കണ്ടിട്ടില്ലല്ലോ. പെട്ടെന്ന് പൊട്ടി മുളച്ചല്ലോ ഓരോ നിങ്ങൾ. വലിയ ഡയലോഗുകളൊക്കെ അടിക്കുന്നത്. പ്രായത്തിൻ്റെ കേട്ടാ ഈ ഒരു തിളപ്പ്. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് കെട്ടടയും. നമുക്ക് കേൾക്കാം. ഇതൊന്ന് കേട്ടോണേ നിങ്ങൾ. കോമഡി ആരും ചിരിക്കല്ലേ. ഞങ്ങളെ കാണുമ്പോ SFIക്കാരെ കാണുമ്പോ ലാത്തി കൊണ്ട് തല്ലണം എന്ന് തീരുമാനിച്ച കുറച്ച് പോലീസുകാരുണ്ട്. നിങ്ങളുടെയൊന്നും വീടുകൾ അമ്പിളിമാമന്റെ അരികത്തല്ല എന്നുള്ളത് പോലീസുകാരെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞങ്ങളുടെ ശരീരം നോവുന്നത് പോലെ തന്നെ നിങ്ങളുടെ ശരീരവും നോവും. ഞങ്ങളുടെ ചോര വരുന്നത് പോലെ തന്നെ നിങ്ങളുടെ ചോരയും വരും. യൂണിഫോം ഇട്ട പോലീസുകാരെ തല്ലിയാലാണ് പോലീസിനെ തല്ലി എന്നുള്ള കേസെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ലെങ്കിൽ പോലീസിനെ തല്ലി എന്ന കേസെടുക്കാനും പറ്റില്ല എന്നുള്ളത് പോലീസ് മനസ്സിലാക്കിക്കോ. ഞങ്ങളെ തല്ലിയവരെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നല്ല നിശ്ചയദാർഢ്യമുണ്ട്. ഒരുത്തന്റെ പേര് മനീഷ്, അവന്റെ വീട് കമ്പ. മറ്റൊരുത്തന്റെ പേര് അജീഷ്, അവന്റെ വീട് പുതുപ്പരിയാരം. മറ്റൊരുത്തന്റെ പേര് സുനില്, അവന്റെ വീട് കുത്തനൂര്. മറ്റൊരുത്തൻ ഇവിടുത്തെ SI രജിത്ത്. എല്ലാവരെയും ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്.
ഞങ്ങൾക്ക് കിട്ടിയതെന്നും തിരിച്ചു കൊടുക്കാത്ത ചരിത്രം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനില്ല എന്ന് മനസ്സിലാക്കിക്കോ. മാർക്സ് പറഞ്ഞിട്ടുള്ള ഒരു വാചകം കൂടി ഞാൻ മതി പിണറായി സഖാവേ, പറഞ്ഞു കൊടുക്ക് നിങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കുന്ന മണ്ടന്മാരോട്. അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ പച്ചയ്ക്ക് ഭീഷണിയാ. എടാ മോനെ, നിനക്കൊന്നും വീടും കൂടിയൊന്നും ഇല്ലേ? അവിടെ ആരും ഇല്ലേ? അവരെ ഒന്നും നോക്കണ്ടേ? അല്ലെങ്കിൽ നിനക്ക് തിന്നണ്ടേ 3 നേരം? അല്ല, എനിക്ക് അറിയാൻ പാടില്ലേണ്ടി ചോദിക്കുക. ഇത്രയും വിവരം കെട്ടവന്മാരുണ്ടോ ഈ പാർട്ടിയിൽ? എടുത്ത് ദൂരെ കളയണം. എൻ്റെ ദൈവമേ, ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഈ പാർട്ടിയിലുള്ള സമയത്ത്. നമ്മൾ കണ്ടിട്ടില്ല ഇത്രയും വിവരം കെട്ടവന്മാരെ. മറ്റേ മൈക്കും കോളാമ്പിയും കൊണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്തി. ഇനി എല്ലാം അങ്ങോട്ട് ഇന്ന് ഞാൻ പൊളിക്കും എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് എന്തൊക്കെ വിവരക്കേടാണോ വിളിച്ച് പറയുന്നത്. ഭീഷണി, പോലീസുകാരെ തീർത്ത് കളയുന്ന ഭീഷണിയൊക്കെ. ഇത് മതി ഇവനെ തൂക്കിയെടുത്ത് അകത്തിടാൻ. ഇത് മതി നിന്നെ ചവിട്ടിക്കൂട്ടി നടുവ് നടത്തി കിടത്താൻ. മനസ്സിലായോ? കാരണം അതുപോലത്തെ വർത്താനമൊക്കെ എന്തോ ഇങ്ങനെ. ആ പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ട് പറയുക. ബോധമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതാ ഇവനെ പോലുള്ള വിവരം കെട്ടവന്മാരോട് പറഞ്ഞു കൊടുക്ക്. എന്തോ ഈ കാണിക്കുന്നത്. ആ പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുക. സത്യം, അങ്ങനെ നിങ്ങൾക്ക് ആർക്കും തോന്നില്ല. ആ പാർട്ടിക്ക് ചീത്തപ്പേരാ. ഇങ്ങനെയൊക്കെയാണ്. ഓൾറെഡി ഒരു പറച്ചിലുണ്ട്, ഗുണ്ടായിസം ഉണ്ട്. പ്രത്യേകിച്ച് 10 വർഷം ഒരു പരിപാടിക്കില്ലായിരുന്നു. പോലീസുകാർക്കെതിരെ ഇല്ല, ഒന്നുമില്ല. ഈ കഴിഞ്ഞ ദിവസം മറ്റേ റെയിൽ സ്റ്റേഷനിൽ വെച്ച് മറ്റേ ചേച്ചിയുടെ മറ്റേ തലയ്ക്കും കണ്ട് KSUക്കാർ തൊട്ടെന്നോ വിറിച്ചെന്നോ, അയ്യോ ആശുപത്രി കിടക്കുന്നു, എന്തൊക്കെയായിരുന്നു. അപ്പോഴാരെയും കണ്ടിട്ടില്ലല്ലോ. മറ്റേ പരിപാടി പാർട്ടി സ്നേഹം. ഓക്കെ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി പോലീസുകാരെന്തോ ചെയ്തെന്നും പറഞ്ഞ്. കഷ്ടം. ആ പാർട്ടിയെ ഇല്ലാതാക്കുന്നത് ഇതുപോലുള്ള ബോധമില്ലാത്ത കുറെ എണ്ണങ്ങളാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.